ഹരി ഓം. ഗർവം ശമിച്ച ദേവേന്ദ്രൻ ഭഗവാനെ സ്തുതിക്കുന്നത് കേട്ടുനോക്കാം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ വാസുദേവായ കൃഷ്ണായ സാത്വതാം പദയേ നമഃ. സ്വച്ഛന്തോപാത്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയേ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 64 ഗോവിന്ദ പട്ടാഭിഷേകം. വൃത്തം ഉപജാതി. ശ്ലോകം 1. ആലോക്യ ശൈലോധരണാതിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോകാഃ വിശ്വേശ്വരം താമഭിമത്യ വിശ്വേ നന്ദം ഭവജ്ജാതകമന്വപൃച്ഛൻ. ഒരിക്കൽ കൂടി. ആലോക്യ ശൈലോധരണാതിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോകാഃ വിശ്വേശ്വരം താമഭിമത്യ വിശ്വേ നന്ദം ഭവജ്ജാതകമന്വപൃച്ഛൻ. ആലോക്യ കണ്ടിട്ട്, ദർശിച്ചിട്ട്. ശൈല ഉദ്ധാരണ ആദിരൂപം ശൈലത്തെ ഉയർത്തുക ആദിയായ ഭഗവത് സ്വരൂപം. പ്രഭാവമുച്ചൈ ഉച്ചസ്ഥമായ മഹത്തായ പ്രഭാവം. തവ അങ്ങയുടെ കണ്ണന്റെ. ഗോപലോക ഗോപസമൂഹം. വിശ്വേശ്വരം വിശ്വത്തിന് ഈശ്വരൻ തന്നെ എന്ന്. ത്വാം അഭിമഥ്യ അങ്ങയെ ശ്രീകൃഷ്ണനെ വിചാരിച്ച്. വിശ്വേ എല്ലാവരും. നന്ദം നന്ദഗോപനോട്. ഭവത് അങ്ങയുടെ കണ്ണന്റെ. ജാതകം അന്വപൃച്ഛൻ ജാതകത്തെ കുറിച്ച് ചോദിച്ചു. ശ്ലോകാർത്ഥം. കൃഷ്ണന്റെ ഗോവർദ്ധനോദ്ധാരണം ആദിയായ മഹത്തായ പ്രഭാവങ്ങളെ ദർശിച്ചിട്ട് എല്ലാ ഗോപന്മാരും ഗോപികമാരും അങ്ങു തന്നെ ജഗദീശ്വരൻ എന്ന് മനസ്സിലാക്കി നന്ദഗോപരോട് കണ്ണന്റെ ജാതകത്തെ പറ്റി ചോദിച്ചു. ശ്ലോകം 2. ഗർഗോദിതോ നിർഗദിതോ നിജായ വർഗായ താതേന തവ പ്രഭാവക പൂർവാധികത്വയ്യനുരാഗേഷാം ഐധിഷ്ഠതാവത് ബഹുമാനഭാരക. ഒരിക്കൽ കൂടി. ഗർഗോദിതോ നിർഗദിതോ നിജായ വർഗായ താതേന തവ പ്രഭാവക പൂർവാധികത്വയ്യനുരാഗേഷാം ഐധിഷ്ഠതാവത് ബഹുമാനഭാരക. ഗർഗ ഉദിതോ ഗർഗോദിതോ ഗർഗമുനിയാൽ പറയപ്പെട്ട. നിർഗദിതോ വിവരിക്കപ്പെട്ടു. ഗർഗമുനി നിരൂപണം ചെയ്ത ശ്രീകൃഷ്ണന്റെ ജാതകഫലം വീണ്ടും വിവരിക്കപ്പെട്ടു. നിജായ വർഗായ തന്റെ വർഗത്തിന്, തന്റെ കൂടെയുള്ള ഗോപസമൂഹത്തിന്. താതേന പിതാവിനാൽ, നന്ദഗോപനാൽ. തവ പ്രഭാവ അങ്ങയുടെ പ്രഭാവം, മഹിമ. പൂർവാധികം മുമ്പിലത്തേതിനേക്കാൾ അധികമായി. ത്വയി അനുരാഗ ഏഷാം അവർക്ക് അങ്ങയിലുള്ള അനുരാഗത്തെ. ഐതിഷ്ഠ വർദ്ധിപ്പിച്ചു. താവത് അങ്ങയോടുള്ള, കണ്ണനോടുള്ള. ബഹുമാനഭാര ബഹുമാന ഭാരത്തോടെ, ബഹുമാനാധിക്യത്താൽ. ശ്ലോകാർത്ഥം. ഗർഗമുനി കണ്ണന്റെ പ്രഭാവത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം തന്റെ ഗോപ സമൂഹത്തോട് നന്ദഗോപൻ വീണ്ടും വർണ്ണിച്ച് വിസ്തരിച്ചു. അപ്പോൾ ഗോപന്മാർക്ക് അങ്ങയിലുണ്ടായിരുന്ന അനുരാഗം വർദ്ധിച്ച് ബഹുമാന ഭാരമായി തീർന്നു. സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് തങ്ങളോടൊപ്പം വിഹരിക്കുന്നതെന്ന സത്യം
ദേവന്മാരുടെ പുനർജന്മമായിട്ടുപോലും ആ ഗോപന്മാർക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. എന്നാലും ഈ ഉണ്ണിയിൽ ഒരു മഹത് പ്രഭാവമുണ്ടെന്ന് അവർ അറിയുന്നു. സംശയ നിവൃത്തിക്കായി ജാതകർമ്മ സമയത്ത് ഗർഗമുനി എന്തൊക്കെ പ്രവചിച്ചു എന്ന് ഇപ്പോൾ ഗോപന്മാർ നന്ദഗോപരോട് വീണ്ടും അന്വേഷിക്കുകയാണ്. ഭഗവാനാണെങ്കിലോ മർത്യരൂപം എടുത്താലും താൻ സർവീശ്വരൻ തന്നെയാണെന്ന് ഓരോ സന്ദർഭത്തിലും അസ്പഷ്ടമായി വ്യക്തമാക്കുന്നുമുണ്ട്. കൺമിഴിക്കാത്ത ചെറുപ്രായത്തിൽ മുല കൊടുത്ത് സംഹരിക്കാൻ വന്ന മഹാശക്തയായ പൂതനയെ പഞ്ചപ്രാണങ്ങളോടുകൂടി സംഹരിച്ചു. 3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ കാലുകൾ മുകളിലേക്കുയർത്തിയപ്പോഴത്തെ ചവിട്ടേറ്റ് ശകടാസുരൻ വധിക്കപ്പെട്ടു. 1 വയസ്സു പ്രായം തികഞ്ഞ കണ്ണനെയെടുത്ത് ആകാശത്തിലേക്കുയർന്ന തൃണാവർത്തനെ ശ്വാസം മുട്ടിച്ച് നിലത്ത് വീഴ്ത്തി. തൈക്കുടം മുടച്ച് വെണ്ണ തിന്നുകൊണ്ടിരുന്ന കണ്ണനെ കെട്ടിയിട്ട ഉരലുമായി കടമ്പു മരങ്ങളെ വീഴ്ത്തി. കൊക്കിന്റെ രൂപത്തിൽ വന്ന ബഗാസുരന്റെ കൊക്കുകൾ പിളർന്ന് വധിച്ചു. വത്സാസുരനെ ഹനിച്ചു. താലവനത്തിലെ ധേനുകാസുരനെ വധിച്ചു. പ്രലംബാസുരനെ ബലരാമനെ കൊണ്ട് സംഹരിപ്പിച്ചു. അകാസുരന് മോക്ഷം നൽകി. കാളിയനെ യമുനയിൽ നിന്ന് നിർഗമിപ്പിച്ചു. ഇപ്പോൾ ഇതാ 7 വയസ്സു മാത്രം പ്രായമായ ഈ ശിശു ശൈലത്തെ പുഴക്കിയെടുത്ത് 7 ദിവസം ഒന്നിളകുക കൂടി ചെയ്യാതെ നിൽക്കുന്നു. ഇതെല്ലാം അത്ഭുതകരമാണല്ലോ ഭഗവാൻ. അങ്ങനെ സർവൈശ്വര്യവാനായി ഇനി കാമദേവനെയും ജയിക്കുന്നു. ഭഗവാനെ കാമാസക്തനാക്കാൻ കിണഞ്ഞു ശ്രമിച്ച മന്മഥൻ സാക്ഷാൽ മന്മഥനായ ശ്രീഹരിയുടെ മുമ്പിൽ പരാജിതനായി. അത് രാസക്രീഡയിൽ വെളിവാകുന്നു. ശ്ലോകം 3. തതോവമാനോദിത തത്വബോധഃ സുരാധിരാജഃ സക ദിവ്യഗവ്യാ ഉപേത്യ തുഷ്ടാവസനഷ്ടഗർവക സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാതേ. ഒരിക്കൽ കൂടി. തതോവമാനോദിത തത്വബോധഃ സുരാധിരാജഃ സക ദിവ്യഗവ്യാ ഉപേത്യ തുഷ്ടാവസനഷ്ടഗർവക സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാതേ. തഥോ അപ്പോൾ അവമാന ഉദിത തത്വബോധഃ അവമാനത്താൽ ഉദിതമായ തത്വബോധത്തോടു കൂടിയവനായിട്ട് സുരാധിരാജ സുരന്മാരുടെ രാജാവ് ആ ദേവേന്ദ്രൻ സഹ ദിവ്യഗവ്യ ദിവ്യമായ ഗോവിനോടുകൂടി കാമധേനുവിനോടുകൂടി ഉഭേത്യ വന്ന് തുഷ്ടാവ സ്തുതിച്ചു. സ നഷ്ടഗർവ അഹങ്കാരത്തെയെല്ലാം നശിച്ച് സ്പൃഷ്ട്വ സ്പർശിച്ചിട്ട് പദാബ്ജം പദാരവിന്ദം മണി മൗലിനാഥേ രത്നഖചിതമായ കിരീടം കൊണ്ട് അങ്ങയെ. ശ്ലോകാർത്ഥം. പിന്നെ ആ ദേവേന്ദ്രന് അവമാനം കൊണ്ട് തത്വബോധം ഉണർന്നു, അഹങ്കാരം നശിച്ചു. അപ്പോൾ കാമധേനുവിനോടുകൂടി വന്ന് രത്നഖചിതമായ കിരീടം ധരിച്ച ശിരസ്സുകൊണ്ട് പാതാരവിന്ദങ്ങളെ സ്പർശിച്ചിട്ട് ആ ദേവേന്ദ്രൻ അങ്ങയെ സ്തുതിച്ചു. ശ്ലോകം 4. സ്നേഹസ്നുതൈസ്ത്വാം സുരഭിപ്പയോഭിഃ ഗോവിന്ദനാമാങ്കിതമഭ്യഷിഞ്ജത് ഐരാവതോപാകൃതദിവ്യഗംഗാ പാദോഭിരിന്ദ്രോപി ജജാതകർഷക. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്നേഹസ്നുതൈ, സ്നേഹം കൊണ്ട്, പ്രിയം കൊണ്ട്, സ്നുതമായ, ചുരന്നതായ, ത്വാം, അങ്ങയെ, ശ്രീകൃഷ്ണനെ, സുരഭി, കാമധേനു, സ്വർഗാവ്, സ്വർഗത്തിലെ പശു, പയോഭിർ, പയസ്സുകൊണ്ട്, പാലുകൊണ്ട്, ഗോവിന്ദ നാമാങ്കിതം, ഗോവിന്ദൻ എന്ന പേരുകൊണ്ട് അങ്കിതനായി, അടയാളപ്പെട്ടവനായി, അഭ്യഷിഞ്ചത്, അഭിഷേകം ചെയ്തു, ഐരാവത ഉപാഹൃത, ഐരാവതത്താൽ ഉപാഹൃതമായ, ഐരാവതത്താൽ കൊണ്ടുവരപ്പെട്ട, ദിവ്യഗംഗാപാദോഭിർ, ദിവ്യഗംഗാജലത്താലും, ഇന്ദ്ര അഭിച, ഇന്ദ്രനും കൂടി, ജാതഹർഷ, ഹർഷത്തെ ജാതനായി, സന്തുഷ്ടനായി. ശ്ലോകാർത്ഥം. സ്വർഗത്തിലെ പശു കാമധേനു ഭഗവാൻ ശ്രീകൃഷ്ണനിലുള്ള വാത്സല്യത്താൽ ചുരത്തിയ പാലുകൊണ്ട് ഗോവിന്ദ ഗോവിന്ദ എന്ന പേർ വിളിച്ച് പ്രകീർത്തിച്ച് കൊണ്ട് കൃഷ്ണനെ അഭിഷേകം ചെയ്തു. ഇന്ദ്രൻ വളരെ സന്തുഷ്ടനായിട്ട് ഐരാവതത്തെ കൊണ്ട് കൊണ്ടുവരിക്കപ്പെട്ട ദിവ്യഗംഗാജലത്തെയും കൊണ്ടും പിന്നെ ഭഗവാനെ അഭിഷേകം ചെയ്തു. ഇന്ദ്രന്റെ കൃഷ്ണസ്തുതിക്ക് ശേഷം സുരഭിയും ഭഗവാനെ സ്തുതിച്ചു. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവദാ ലോകനാഥേന സനാഥ വയമച്യുത. സകല പ്രാണികളുടെയും ഹൃദയഗുഹയിൽ വസിക്കുന്ന ഹേ വിശ്വാത്മാവായ ഭഗവാനേ കൃഷ്ണ, അങ്ങ് ആകുന്നു ഞങ്ങളുടെ ഇന്ദ്രൻ. കാമധേനു തന്റെ സ്നേഹാമൃതമായ ക്ഷീരാഭിഷേകത്താൽ ഗോവിന്ദ ഗോവിന്ദ എന്ന പേർ ഉച്ചരിച്ച് സ്തുതിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലും ഭഗവാന് പതിവായി പാലഭിഷേകം നടത്തുകയും ഗോവിന്ദ ഗോവിന്ദ എന്ന തിരുനാമത്തെ കീർത്തനം ചെയ്തു വരുന്നതും ഈ പുരാണ സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നു. ശ്ലോകം 5. ജഗത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാടക നാഗേഭി വൈകുണ്ഠപദേപ്യലഭ്യാം ശ്രിയം പ്രഭേദേ ഭവദ പ്രഭാവാത്. ഒരിക്കൽ കൂടി. ജഗത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാടക നാഗേഭി വൈകുണ്ഠപദേപ്യലഭ്യാം ശ്രിയം പ്രഭേദേ ഭവദ പ്രഭാവാത്. ജഗത്രയ ഈശേ ത്വയി, മൂന്ന് ലോകങ്ങൾക്കും ഈശനായ നാഥനായ അങ്ങ്. ഗോകുലേശേ, ഗോകുലത്തിന്റെയും കൂടി ഈശനായി നാഥനായി. തഥാ അഭിഷിക്തേ സതി, അപ്രകാരം അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ. ഗോപവാടക, ആ അമ്പാടി. നാഗേ അഭി, സ്വർഗത്തിലും. വൈകുണ്ഠപഥേ അഭി, വൈകുണ്ഠത്തിലും. അലഭ്യാം ശ്രിയം, ലഭ്യമല്ലാത്ത ഐശ്വര്യം. പ്രഭേദേ ഭവദ പ്രഭാവാത്, അങ്ങയുടെ പ്രഭാവം കൊണ്ട് പ്രാപിക്കപ്പെട്ടു. ശ്ലോകാർത്ഥം. മൂന്ന് ലോകങ്ങൾക്കും നാഥനായ അങ്ങ് ഗോകുലത്തിന്റെ ഈശ്വരനായി ഇപ്രകാരം അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ അങ്ങയുടെ പ്രഭാവത്താൽ ആ അമ്പാടി സ്വർലോകത്തിലും വൈകുണ്ഠത്തിലും കൂടി ലഭ്യമല്ലാത്ത ഐശ്വര്യത്തെ പ്രാപിച്ചു. ശ്രീകൃഷ്ണ മാഹാത്മ്യം ദർശിക്കാനായി അവിടെ നാരദർ മുതലായ മഹർഷിമാരും സിദ്ധന്മാർ, ചാരണന്മാർ, വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ എന്നിവർ എത്തി ഭഗവാന്റെ കീർത്തിയെ ഗാനം ചെയ്തു. ദേവാംഗനമാർ നൃത്തം ചെയ്തു. ഫലവൃക്ഷങ്ങൾ മധുരഫല പുഷ്പങ്ങളെ പ്രകാശിപ്പിച്ചു. നദികളിൽ മധുദ്രവ്യങ്ങൾ ഒഴുകി. അചേതന വസ്തുക്കൾ പോലും ചേതോഹരമായി. പർവ്വതങ്ങൾ രത്നങ്ങളാൽ പ്രശോഭിക്കപ്പെട്ടു. ജന്തുക്കൾ
വൈരം വിട്ട് സ്നേഹമസൃണരായി. അങ്ങനെ ശ്രീകൃഷ്ണൻ ഗോക്കളുടെയും ഗോകുലത്തിന്റെയും നാഥനായിരിക്കുക എന്നർത്ഥമായ ഗോവിന്ദനായി തീർന്നു. ശ്ലോകം 6. കദാചിദന്തര്യമുനം പ്രഭാതേ സ്നായൻ പിതാവാരുണപൂരുഷേണ നീതസ്തമാനേതുമഗാപുരീ ത്വം താം വാരുണീം കാരണമർത്യരൂപഃ. ഒരിക്കൽ കൂടി. കദാചിദന്തര്യമുനം പ്രഭാതേ സ്നായൻ പിതാവാരുണപൂരുഷേണ നീതസ്തമാനേതുമഗാപുരീം ത്വം താം വാരുണീം കാരണമർത്യരൂപഃ. കഥാചിത് ഒരിക്കൽ, അന്തർയമുനം യമുനാ നദിയുടെ അന്തർഭാഗത്ത്, യമുനാ നദിയുടെ ഉള്ളിൽ, പ്രഭാതേ സ്നാനയൻ പ്രഭാതത്തിൽ സ്നാനം ചെയ്യുകയായിരുന്ന പിതാവ് നന്ദഗോപൻ, വാരുണ പൂരുഷേണ വരുണദേവന്റെ ഭൃത്യനാൽ, നീതസ്ഥം പിടിച്ചുകൊണ്ടുപോയ അദ്ദേഹത്തെ, ആനേതും അഘ തിരികെ കൊണ്ടുവരാൻ പോയി, പുരീം ത്വം താം വാരുണീം ആ വരുണപുരിയിലേക്ക് അങ്ങ് ശ്രീകൃഷ്ണൻ കാരണ മർത്യരൂപഃ ശിഷ്ടരക്ഷണത്തിനായി മർത്യരൂപം ധരിച്ച അങ്ങ്. ശ്ലോകാർത്ഥം: ഒരിക്കൽ ഒരു പ്രഭാതത്തിൽ യമുനാ നദീജലത്തിൽ സ്നാനം ചെയ്യുകയായിരുന്ന അങ്ങയുടെ പിതാവ് നന്ദഗോപനെ വരുണന്റെ ഒരു ഭൃത്യൻ പിടിച്ചുകൊണ്ടുപോയി. നന്ദഗോപനെ തിരിച്ചു കൊണ്ടുവരാനായി കാരണമർത്യരൂപം ധരിച്ച അങ്ങ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുണപുരിയിലേക്ക് പോയി. ശ്രീകൃഷ്ണന്റെ പിതാവ് നന്ദഗോപൻ ഏകാദശി വ്രതമിരുന്ന് മഹാവിഷ്ണുവിനെ ഭക്തിപൂർവം സ്തുതിച്ചു. പിറ്റേന്നാൾ ദ്വാദശി അവസാനിക്കുന്നതിന് മുമ്പ് പാരണ കഴിക്കണമെന്ന അത്യാദരം മൂലം അരുണോദയത്തിന് മുൻപ് സ്നാനം ചെയ്യാൻ കാളിന്തി നദിയിൽ പ്രവേശിച്ചു. സാധാരണ മനുഷ്യർക്ക് അരുണോദയത്തിന് മുമ്പ് നദിയിൽ പ്രവേശിച്ചുകൂടാ. ആ അസുരവേളയിൽ സ്നാനത്തിനിറങ്ങിയ നന്ദഗോപനെ ജലരക്ഷകനായ വരുണന്റെ ഒരു ഭൃത്യൻ ബലമായി പിടിച്ച് വരുണദേവന്റെ സമീപത്തെത്തിച്ചു. സ്നാനത്തിന് പോയ പിതാവ് തിരിച്ചു വരാത്തതിനാൽ സർവസങ്കല്പങ്ങളെയും തീർത്തും അറിയുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുണന്റെ സമീപത്തെ പ്രാപിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ മർത്യരൂപം പൂണ്ട് നേരത്തെ ദേവേന്ദ്രനെ വിജയിച്ചു. ഇനി വരുണദേവനെ ജയിക്കുവാൻ പോകുന്നു. ശ്ലോകം 7. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാദം ഉപാഗതസ്തക്ഷണമാത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യഃ. ഒരിക്കൽ കൂടി. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാദം ഉപാഗതസ്തക്ഷണമാത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യഃ. സസംഭ്രമം സംഭ്രമത്തോടെ, തേന ജലാധിപേന ആ ജലാധിപനാൽ വരുണനാൽ, പ്രപൂജിത ത്വം അങ്ങ് നന്നായി പ്രൗഢമായി പൂജിക്കപ്പെട്ടിട്ട്, പ്രതിഗ്രഹ്യ താതം താതനെ സ്വീകരിച്ച്, ഉപാഗത തക്ഷണം ഉടനെ തന്നെ തിരികെ വന്നവനായി, ആത്മഗേഹം സ്വഗ്രഹത്തിൽ പിതാ ആ പിതാവ്, അവദത് പറഞ്ഞു, തച്ചരിതം ആ കഥ വരുണഗേഹത്തിലുണ്ടായ കഥ, നിജേഭ്യ സ്വജനങ്ങളോട്. ശ്ലോകാർത്ഥം: അതീവ സംഭ്രമത്തോടെ ശ്രീകൃഷ്ണനെ പ്രൗഢമായി പൂജിച്ച വരുണദേവൻ ബഹുമാന പുരസരം തിരികെ സമ്മാനിച്ച പിതാവ് നന്ദഗോപനെ സ്വീകരിച്ച് അങ്ങ് സ്വഗ്രഹത്തിൽ തിരിച്ചെത്തി. അപ്പോൾ ആ കഥ നന്ദഗോപൻ തന്റെ ആളുകളോട് വിസ്തരിച്ചു. വരുണനാൽ പ്രസാദിതനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പിതാവിനെയും കൂട്ടി ഗോകുലത്തിൽ തിരിച്ചെത്തി. നന്ദഗോപനാകട്ടെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ആ വരുണദേവന്റെ
ഐശ്വര്യാതിശയവും തന്റെ പുത്രൻ ശ്രീകൃഷ്ണനിൽ വരുണദേവനുള്ള ദാസ്യഭാവവും കണ്ടിട്ട് സന്തോഷിച്ചു. ആ വക ചരിതങ്ങളെല്ലാം ഉപനന്ദാദി ഗോപന്മാരോട് സവിസ്തരം പറയുകയും ചെയ്തു. ശ്ലോകം 8. ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം തദ്ദുരാപമന്യൈസ്ത്വമദീദൃശസ്താൻ. ഒരിക്കൽ കൂടി. ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം തദ്ദുരാപമന്യൈസ്ത്വമദീദൃശസ്താൻ. ഹരിം വിനിശ്ചിത്യ ഭവന്തം, അങ്ങയെ ശ്രീഹരി തന്നെയെന്ന് നിശ്ചയിച്ചിട്ട്, ഏതാൻ ഇവരെ, ഭവത് പദാലോകന ബദ്ധതൃഷ്ണാൻ അങ്ങയുടെ പദം വൈകുണ്ഠം കാണണമെന്ന ആഗ്രഹമുള്ളവരായി, നിരീക്ഷ്യ കണ്ടിട്ട് ദർശിച്ചിട്ട്, വിഷ്ണു അലയോ വിഷ്ണു ഭഗവാനെ, പരമം പദം തത് ആ പരമപദത്തെ, ദുരാഭം പ്രാപിക്കാൻ പ്രയാസമായ, അന്യന്മാരാൽ മറ്റുള്ളവരാൽ, ത്വം അങ്ങ് അതീദൃശസ്താൻ അത് ദൃശ്യമാക്കി കൊടുത്തു. ശ്ലോകാർത്ഥം: അങ്ങയെ ശ്രീകൃഷ്ണനെ സാക്ഷാൽ ശ്രീഹരി തന്നെ എന്ന് നിശ്ചയിച്ചറിഞ്ഞിട്ട് ആ ഗോപന്മാർ അങ്ങയുടെ ആസ്ഥാനമായ വൈകുണ്ഠം ദർശിക്കണമെന്ന ആഗ്രഹം ഭഗവാനെ അറിയിച്ചു. ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങ് മറ്റുള്ളവർക്ക് അപ്രാപ്യമായ ആ പരമപദത്തെ അവർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ ഗോപന്മാരെ ബ്രഹ്മഹൃദത്തിൽ കൊണ്ടുപോയി സ്നാനം ചെയ്യിച്ച് ഗോപന്മാർക്ക് വൈകുണ്ഠ ദർശനം സാധ്യമാക്കി കൊടുത്തു. ബ്രഹ്മമയമായ തന്റെ ഭഗവത് സ്വരൂപത്തെയും ഗോപന്മാർക്ക് ഭഗവാൻ കാട്ടിക്കൊടുത്തു. ഇത് ഭഗവാന് ഗോപന്മാരിലുള്ള കാരുണ്യം മൂലം തന്നെയാണ്. അവിടെ ആ വൈകുണ്ഠത്തിൽ വേദങ്ങൾ ശ്രീകൃഷ്ണനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട് അവർ ആനന്ദപരവശരായി. ഉടനെ ഭഗവാൻ അവരെ സമാധിയിൽ നിന്നുണർത്തി. അപ്പോൾ നന്ദാദികൾ വൈകുണ്ഠത്തിൽ ദർശിച്ച ശ്രീകൃഷ്ണ സ്വരൂപത്തെ മുന്നിൽ കണ്ട് വിസ്മതിരായി. കൃഷ്ണസ്തു സ്വയം ഹരി എന്നത് അവർക്ക് ബോധ്യപ്പെട്ടു. ഈ പദ്യപാഠഭാഗത്ത് 7-ാം ദശകം വൈകുണ്ഠ ദർശന ഭാഗം വായിക്കുക. ശ്ലോകം 9. സ്ഫുരത് പരാനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യമകാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഘാഃ ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. ഒരിക്കൽ കൂടി. സ്ഫുരത് പരാനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യമകാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഘാഃ ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. സ്ഫുരത് സ്ഫുരിക്കുന്ന, പരാനന്ദ രസപ്രവാഹ പരമാനന്ദത്തിന്റെ രസം പ്രവഹിക്കുന്ന, പ്രപൂർണ പരിപൂർണമായ നിറഞ്ഞ, കൈവല്യ മഹാപയോധൗ കൈവല്യം മോക്ഷമാകുന്ന മഹാസാഗരത്തിൽ പാലാഴിയിൽ, ചിരം നിമഗ്ന വളരെ നേരം നിമഗ്നരായിട്ട്, ഖലു ഗോപസംഘഃ ആ ഗോപസംഘമാകട്ടെ, ത്വയൈവ ഭൂമൻ അങ്ങു തന്നെയായ ഹേ ബ്രഹ്മരൂപിയായ ഭഗവാനെ, പുനർ ഉദ്രതാസ്ഥേ പിന്നെ ഉദ്ധരിക്കപ്പെട്ടു. ശ്ലോകാർത്ഥം: ആ ഗോപസമൂഹമാകട്ടെ സ്ഫുരിക്കുന്ന പരാനന്ദത്തിന്റെ പ്രവാഹം ഉൾക്കൊണ്ട് കൈവല്യം നിറഞ്ഞ മഹാസാഗരത്തിൽ വളരെ നേരം മുഴുകിയവരായി പിന്നീട് പരബ്രഹ്മസ്വരൂപിയായ ഹേ ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങ് തന്നെ അവരെ ഉദ്ധരിക്കുകയും ചെയ്തു. കൈവല്യമാകുന്ന മഹാസമുദ്രത്തിലെ പരാനന്ദ പ്രകാശാത്മകമായ പ്രവാഹമാണ് ഭഗവാന്റെ വൈകുണ്ഠ
ദർശനം. ബ്രഹ്മഹൃദത്തിൽ സ്നാനം ചെയ്യിച്ച് സമാധിയിലാക്കിയാണ് ആ ദർശനം ഭഗവാൻ സ്വജനങ്ങൾക്ക് സ്വായത്തമാക്കിയത്. ആ പരാനന്ദ സാഗരത്തിൽ ചിരനേരം മാറാടിയ അവരെ ഭഗവാൻ തന്നെ പിന്നെ സമാധിയിൽ നിന്ന് ഉണർത്തി ഉദ്ധരിച്ചു. ശ്ലോകം 10. വൃത്തം മാലിനി. കരപദരവദേവം ദേവഗുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമയേഭ്യഃ. ഒരിക്കൽ കൂടി. കരപദരവദേവം ദേവഗുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമയേഭ്യഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഖരബദരവത് ഏവം. ഇപ്രകാരം ഉള്ളം കയ്യിലിരിക്കുന്ന ലന്തക്കുരു എന്ന പോലെ ദേവാ ഹേ പ്രകാശസ്വരൂപ കുത്ര അവതാരേ ഏത് അവതാരത്തിൽ പരപദം പരമമായ സ്ഥാനം അനവാഭ്യം പ്രാപിക്കാനാകാത്ത ദർശിതം ദർശിക്കപ്പെട്ടത് ഭക്തഭാജാം ഭക്തജനങ്ങൾക്ക് തദിഹ പശുപരൂപീത്വം അതുകൊണ്ട് ഇവിടെ ഈ അമ്പാടിയിലെ ഗോപസ്വരൂപം ധരിച്ച അങ്ങ് ഹി സാക്ഷാൽ പരാത്മാ തീർച്ചയായും കാണപ്പെടുന്ന സച്ചിദാനന്ദ സ്വരൂപമാണ്. പവന പുരനിവാസിൻ ഗുരുവായൂരിൽ വാഴുന്ന ഭഗവാനെ പാഹി രക്ഷിക്കണമേ മാം എന്നെ ആമയേഭ്യഃ രോഗങ്ങളിൽ നിന്ന്. ശ്ലോകാർത്ഥം. ഹേ ദേവാ പ്രകാശസ്വരൂപ ഇപ്രകാരം അപ്രാപ്യമായ വൈകുണ്ഠത്തെ ഭക്തന്മാർക്ക് കയ്യിലിരിക്കുന്ന ലന്തക്കുരു എന്ന പോലെ ഏത് അവതാരത്തിലാണ് ദർശിതമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അമ്പാടിയിൽ ഗോപാലരൂപം ധരിച്ച അങ്ങ് തീർച്ചയായും സച്ചിദാനന്ദ ബ്രഹ്മമാകുന്നു. അങ്ങനെ കണ്ണുകൾ കൊണ്ട് ദർശിക്കാവുന്ന ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഭഗവാന്റെ അവതാരകഥകൾ നിരവധിയുണ്ടെങ്കിലും ശ്രീകൃഷ്ണാവതാരത്തിൽ എന്ന പോലെ പൂർണാവതാര രൂപം എങ്ങുമില്ല. ശ്രീകൃഷ്ണന്റെ ലീലകൾ അതിമനോഹരവും അതുപോലെ അതിമാനുഷികവുമാണ്. ഒരിക്കലും ആർക്കും ജയിക്കാനാകാത്ത പ്രഭാവ വൈശിഷ്ട്യമാണ് ഓരോ ലീലകൾക്കും. ഇപ്പോൾ ഇവിടെ തന്റെ ഭക്തരായ ഗോകുലവാസികൾക്ക് ഋഷിമാർക്ക് പോലും അപ്രാപ്യമായ വൈകുണ്ഠത്തെ ഉള്ളം കയ്യിലെ ലന്തക്കുരു എന്ന പോലെ സ്പഷ്ടമാക്കി ദർശനയോഗ്യമാക്കി പരമാനന്ദ നിർവൃതിയിലായി. പിന്നെ തന്റെ യോഗമായ ശക്തി കൊണ്ട് ഗോകുലത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് അവരെ വിസ്മയ ഭരിതരാക്കി. ഇങ്ങനെ നിഷ്കമ്പനും നിത്യപൂർണനുമായ പരമാനന്ദ സ്വരൂപനാണ് ശ്രീകൃഷ്ണൻ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗോപന്മാർക്ക് അസാധ്യമായ ബ്രഹ്മസ്വരൂപ ദർശനം സാധ്യമാക്കി കൈവല്യം പ്രദാനം ചെയ്തു. ഇനി ഗോപാംഗനകൾക്കും ആ പരമരസമായ ബ്രഹ്മാനന്ദത്തെ അനുഭവവേദ്യമാക്കുന്നത് തുടർന്ന് ശ്രദ്ധിക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.